ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 5th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് ആണ്. അപ്പോൾ അതിൽ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 3rd ചാപ്റ്ററാണ്. വാട്ടർ ആൻഡ് ലൈഫ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു പിക്ചറാണല്ലേ. ആ പിക്ചറിൽ എന്താണ് പറയുന്നത്? ആ പെൺകുട്ടി, വേർ ആർ യു ഗോയിങ് സോ ഹറിഡ്ലി? ഇത്രയും പെട്ടെന്ന് നിങ്ങൾ എവിടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് തിരക്കടിച്ചിട്ട്? അപ്പോൾ അതിന് റിവർ എന്താ റിപ്ലൈ ചെയ്യുന്നത്? ഇഫ് ഐ ഡോണ്ട് ഫ്ലോ ആൻഡ് എൻറിച്ച് ദ ലാൻഡ് പീപ്പിൾ വിൽ സഫർ. ഞാൻ ഒഴുകാതെ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പീപ്പിൾ എന്ത് ചെയ്യും? കഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അവിടെ ചോദിക്കുന്നത്? വാട്ട് മേക്സ് ദ റിവർ സേ ദിസ്? എന്തുകൊണ്ടായിരിക്കും റിവർ അങ്ങനെ പറഞ്ഞത്? വാട്ട് ഡു വി യൂസ് റിവർ വാട്ടർ ഫോർ? നമ്മൾ എന്തിനൊക്കെയാണ് റിവർ വാട്ടർ യൂസ് ചെയ്യുന്നത്? ക്യാൻ റിവർ വാട്ടർ ബി യൂസ്ഡ് ഡയറക്ട്ലി ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസ്? റിവർ വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രിങ്കിങ് പർപ്പസിന് ഡയറക്റ്റ് ആയിട്ടാണോ യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അങ്ങനെയാണോ നമുക്ക് ഡയറക്റ്റ് റിവറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വെള്ളം കുടിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. റിവറിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന വെള്ളം പ്യൂരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്യൂരിഫിക്കേഷൻ്റെ സ്റ്റെപ്സ് ആണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഫിഗർ എന്ന് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ റിവർ വാട്ടറിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം ഫിൽട്ടർ ചെയ്തെടുക്കും ഡെബ്രിസിലേക്ക്. എന്നിട്ട് സെക്കൻഡ് ഒരു റെക്റ്റാങ്കുലർ ടാങ്ക് ആണ്. അപ്പോൾ വാട്ടറിലുള്ള വേസ്റ്റസ് ഒക്കെ അതിൽ എന്ത് ചെയ്യും? സെറ്റിൽ ചെയ്യും. തേർഡ് നമ്മൾ അരിപ്പ പോലെ അരിച്ചെടുക്കുന്ന ഒരു ഇതാണ്. അതിൽ നമ്മൾ പകുതി ബാക്കിയുള്ള വേസ്റ്റസും കാര്യങ്ങളൊക്കെ അതിൽ അരിച്ചെടുത്ത് വെള്ളം ഒന്ന് നീറ്റാക്കി എടുക്കും. ഫോർത്ത് നമ്മൾ ഡിസിൻഫെക്റ്റൻ്റ് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഫിഫ്ത്ത് നമ്മളൊരു സ്റ്റോറേജ് ടാങ്കിൽ എല്ലാ വാട്ടറും സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ തന്നെ നമുക്ക് ഫ്രഷ് വാട്ടറായിട്ട് കിട്ടി. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? വീടുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ടു ഹൗസസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അടുത്തത് The river water get delivered to the house after it is been purified. പ്യൂരിഫൈ ചെയ്തതിന് ശേഷം റിവർ വാട്ടർ എന്ത് ചെയ്യും? വീടുകളിലേക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡു യു ഗെറ്റ് ദ വാട്ടർ റെഗുലർലി ഇൻ ദ സെയിം വേ? നിങ്ങൾക്കൊക്കെ കറക്റ്റ് വേയിൽ കിട്ടാറുണ്ടോ? വാട്ട് ആർ ദ അതർ സോഴ്സ് ഓഫ് വാട്ടർ യു ഡിപ്പെൻഡ് ഓൺ? നിങ്ങൾ ഏതിനൊക്കെയാണ് വാട്ടറിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് വെല്ലാണ് അല്ലേ. എന്താണ് വെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിണർ. പിന്നെ നമുക്ക് ഡയറക്റ്റ് റെയിൻ വാട്ടർ പറയാം. റെയിൻ വാട്ടർ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കളക്ട് ചെയ്തൂടെ. പിന്നെ റിവർ പറയാം, പോൺസ് പറയാം, അതേപോലെ സ്ട്രീംസ് പറയാം, ലേക്സ് പറയാം. സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരുവി കേട്ടോ. അടുത്തത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ യു നീഡ് ഇൻ എ ഡേ? ഒരു ദിവസം നിങ്ങൾക്ക് എത്ര വെള്ളം വേണം? അപ്പോൾ ശരാശരി ഒരു മനുഷ്യന് വേണ്ട വെള്ളത്തിൻ്റെ കണക്കാണ് ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. കുടിക്കാനായിട്ട് 2.5 മുതൽ 3.5 ലിറ്റർ വരെ, ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മുതൽ 4 ലിറ്റർ വരെ, പാത്രം കഴുകാൻ വേണ്ടിയിട്ട് 6 മുതൽ 8 ലിറ്റർ വരെ, കുളിക്കാനും ഡ്രസ്സ് കഴുകാനും വേണ്ടിയിട്ട് 30 ലിറ്റർ, പിന്നെ സാനിറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് 50 ലിറ്റർ, പിന്നെ നമ്മുടെ വേറെ അല്ലറ ചില്ലറ പർപ്പസിന് വേണ്ടിയിട്ട് 30 ലിറ്റർ. ടോട്ടൽ 121.5 to 125.5 ആണ് ഏകദേശം ഒരു മനുഷ്യൻ്റെ കണക്ക്. കമ്പയർ യുവർ ഡെയിലി യൂസ് വിത്ത് ദ യൂസേജ് ഇൻ ദ ഗിവൺ ബിലോ. ഇപ്പം നിങ്ങളുടെ യൂസേജ് എന്താണെന്ന് നിങ്ങൾ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇൻക്രീസിങ് ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് അവൈലബിലിറ്റി. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്നു എന്നാൽ കിട്ടാനുള്ള അവസരങ്ങളോ കുറയുന്നു. ഏതിൻ്റെ കേസാണത് പറയുന്നത്? വെള്ളത്തിൻ്റെയാണ് കേട്ടോ. അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് ഡിക്രീസിങ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ദ വാട്ടർ പൊല്യൂഷൻ. അതായത് നമ്മുടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം തന്നെ നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടുന്ന അളവ് കുറയുന്നു. അതായത് അത്രയും പീപ്പിൾസിന് കിട്ടണ്ടേ. പിന്നെ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജലം മലിനമാവുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അങ്ങനെ ജലം മലിനമായിട്ടുള്ള ജലം നമുക്ക് കുടിക്കാൻ പറ്റുമോ? ഫ്രഷ് വാട്ടറായിട്ട് കിട്ടുമോ? ഇല്ല. അപ്പോഴും നമ്മുടെ ഫ്രഷ് വാട്ടർ എന്താവും? കിട്ടാനുള്ള ചാൻസസ് കുറയാണ്. It is estimated that 200 crore people in the world do not have access to sufficient amount of fresh water. 200 കോടി ജനങ്ങൾക്ക് ലോകത്ത് എന്ത് കിട്ടുന്നില്ല? ഫ്രഷ് വാട്ടർ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. If this situation continues, it is expected that the water shortage will become more severe in the coming years. ഈ ഒരു സിറ്റുവേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? ഇതിനേക്കാൾ കുറഞ്ഞ് ഇതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. മില്യൺസ് ഓഫ് പീപ്പിൾ ഡൈ ഓൾ ഓവർ ദ വേൾഡ് എവറി ഇയർ ഡ്യൂ ടു ഡിസീസ് കോസ്ഡ് ബൈ വാട്ടർ പൊല്യൂഷൻ. ഇപ്പോൾ ഈ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറേ അസുഖങ്ങളും ഉണ്ടാവും. അങ്ങനെ അസുഖങ്ങൾ വന്നിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് മരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫോർ വാട്ട് പർപ്പസ് ഡു യു യൂസ് ദ വാട്ടർ മോസ്റ്റ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ വാട്ടർ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എത്ര വാട്ടർ വെള്ളം കുടിക്കണം, യൂസ് അപ്രോച്ച് ഒരു മീൻസ് എത്ര വാട്ടർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അതിനെ പറ്റി എഴുതാൻ. ഇനി അടുത്ത് പറയുന്നത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ യുവർ ബോഡി. നമ്മുടെ ബോഡിക്ക് വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന്, എന്തിനൊക്കെയാണ് പോയിന്റ്സ് നോട്ട് ചെയ്തു കേട്ടോ. റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഒരുപാട് ഇൻവോൾവ് ആവുന്നുണ്ട്. അടുത്തത് ക്യാരീസ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ, അപ്പോൾ നമ്മുടെ വാട്ടറിൽ കൂടെ എന്ത് കിട്ടുന്നുണ്ട്, ന്യൂട്രിയൻസും ഓക്സിജനും കിട്ടുന്നുണ്ട്. തേർഡ് പ്രിവെൻറ്റ്സ് ഡീഹൈഡ്രേഷൻ, നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് എപ്പോഴാണ്, നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ലപോലെ വെള്ളം കിട്ടുമ്പോഴാണ് നമ്മളെപ്പോഴും ഹൈഡ്രേറ്റഡ് ആൻഡ് കൂളായിട്ടിരിക്കുന്നത്. അത് കിട്ടാത്ത അവസ്ഥ എന്ന് പറയുന്നതാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും, വെള്ളം കുടിക്കുമ്പോൾ ഡീഹൈഡ്രേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുത്തും. ഫോർത്ത് ഇംപ്രൂവ് സ്കിൻ ഹെൽത്ത്, നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് വാട്ടർ. നല്ലപോലെ വാട്ടർ കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയി ആയിട്ട് ഇരിക്കും. ഇനി നമ്മുടെ ബോഡിയിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ സൈഡിലും വാട്ടർ ഉള്ളതെന്നാണ് കാണിക്കുന്നത്. ബ്രെയിനിൽ 73%, ബ്ലഡിൽ 94%, കിഡ്നിയിൽ 79%, മസിൽസിൽ 75%, ഹാർട്ടിൽ 75%, ലങ്സിൽ 83%, ബോൺസിൽ 31%. അപ്പോൾ ഏറ്റവും കൂടുതൽ വാട്ടർ എവിടെയാണുള്ളത്, ബ്ലഡിലാണുള്ളത്, 94% ആണ്. ബോൺസിൽ എത്ര പെർസെൻറ്റേജ് ആണുള്ളത്, 31% ആണ് കേട്ടോ. അടുത്തത് വാട്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് വാട്ടർ. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഫങ്ഷൻസ്. നമുക്ക് വെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ, ഇല്ല. നമുക്ക് ജീവിച്ച് പോകണമെങ്കിൽ തന്നെ വെള്ളം വേണം. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ വാട്ടർ ഇൻ പ്ലാന്റ്സ്, നമ്മൾ ഹ്യൂമൻസിനെ പോലെ തന്നെ പ്ലാന്റ്സിനും വാട്ടർ വേണമെന്ന് നമുക്കറിയാം. പ്ലാന്റ്സ് ആൾസോ നീഡ് വാട്ടർ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? എന്തൊക്കെ ഫങ്ഷൻസ് ആണ് വാട്ടറിനുള്ളത് പ്ലാന്റ്സിൽ? ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസ് നടക്കാൻ എന്ത് വേണം? വാട്ടർ വേണം അല്ലേ. സെക്കൻഡ് മെയിൻറ്റെയിനിങ് ടെമ്പറേച്ചർ. നമ്മളുടെ ടെമ്പറേച്ചർ പോലെ തന്നെ പ്ലാന്റ്സിനും ഉണ്ട് ഈ ടെമ്പറേച്ചറൊക്കെ. അപ്പം നമുക്ക് വെള്ളം ഉണ്ടായാലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ഈ പ്ലാന്റ്സിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വാട്ടർ ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് വൺ ജെർമിനേഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു വിത്ത് മുളപ്പിക്കാൻ വെച്ചു, വെറുതെ മുളയ്ക്കുമോ? ഇല്ല. അതിന് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ആ വിത്ത് ഈസി ആയിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജെർമിനേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഫിഗറിലേക്ക് ഒന്ന് നോക്കിയേ. ഫോർ ഫോട്ടോസിന്തസിസ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്. പിന്നെ ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് ദി പ്ലാന്റ്. നമുക്കറിയാം പ്ലാന്റ്സിൽ എവിടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ലീവ്സിലാണ്. അപ്പോൾ അവിടുന്ന് എല്ലാ പാർട്സ് പ്ലാന്റ്സിൻ്റെ ബാക്കിയുള്ള പാർട്സിലേക്കും എത്തിക്കാൻ വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ ബോഡി, പ്ലാന്റ് ബോഡി. നമുക്കറിയാം നല്ല പോലെ വെള്ളം ഒഴിച്ച് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും. വെള്ളം ഒഴിക്കാത്ത ചെടി ഉണങ്ങി പിടിച്ച് കരിഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുക. അപ്പോൾ വാട്ടർ വേണം നല്ലൊരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ടു ട്രാൻസ്പോർട്ട് ദ അബ്സോർബ്ഡ് മിനറൽസ് ടു ദ ലീവ്സ്. അപ്പോൾ നമ്മൾ മിനറൽ അബ്സോർപ്ഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓൾ ലിവിങ് ബീങ്സ് നീഡ് വാട്ടർ ഫോർ ലൈഫ് ഫങ്ഷൻ. അതിപ്പോൾ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഹ്യൂമൻസ് ആയിക്കോട്ടെ, എനിമൽസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ജീവിച്ചു പോകണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയൊക്കെ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പോർഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.